ഹായ് ഗൈസ്, നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ശരിക്കും പറഞ്ഞാൽ ഞാനിന്ന് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണം ഉണ്ടായിരുന്നു. കല്യാണമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നിങ്ങനെ ഇരുന്ന പാട് ഫസ്റ്റ് നോക്കിയത് ഇന്നത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോയാണ്. ഇപ്പോൾ 2 പ്രൊമോ ഇന്ന് മെയിനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഒന്ന് ഇവർക്ക് ഇന്ന് രാത്രി കൊടുക്കുന്ന ടാസ്കിൻ്റെ പ്രൊമോയാണ്. ആ പ്രൊമോ കണ്ട സമയത്ത് ഐ വാസ് വെരി ഹാപ്പി ബിക്കോസ് ആ പ്രൊമോയിൽ സൈഡിൽ ആരാണ് ഇരിക്കുന്നത്? ഷാനവാസ് ഇരിക്കുന്നുണ്ട്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു ഷാനവാസ് ഫാൻ ഗേൾ ഒന്നുമല്ല. ഷാനവാസ് കാണിക്കുന്ന കുറേ കാര്യങ്ങൾ എനിക്കും പേഴ്സണലി ഇഷ്ടമൊന്നുമില്ല. വർത്താനാണെങ്കിലും ചേഷ്ടയാണെങ്കിലും തല്ലാണെങ്കിലും അനീഷിനോട് കാണിക്കുന്ന ഒരു ഇല്ലാത്ത ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും ഒന്നും എനിക്ക് പേഴ്സണലി ഇഷ്ടമല്ല. പക്ഷേ നെവിൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഒരു വൃത്തികെട്ട പെരുമാറ്റം കാരണം ആ ഒരു കണ്ടസ്റ്റന്റ് പുറത്തു പോകരുത് എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പോൾ പ്രമോൽ കൂടെ അപ്പുറത്തെ സൈഡിലിരിക്കുന്ന ഒരു ചെറിയ മുഖം കണ്ട സമയത്ത് ഭയങ്കര ഹാപ്പിയാണ്. കാരണം ടാസ്കിൽ അനീഷ് എന്തോ ഷാനവാസിനെ പറ്റി പറയുമ്പോൾ ഷാനവാസ് അവിടെ ചിരിക്കുന്നൊരു സാധനം വന്നു. അപ്പോൾ എന്തായാലും ഷാനവാസ് അഗെയിൻ ബിഗ് ബോസ് ഹൗസിൽ കയറിയിരിക്കുകയാണ്. ആളുടെ ഫേസ് ഒക്കെ കണ്ടാൽ കുറച്ച് ടയേർഡ് ഉണ്ട്. ഓഫ് കോഴ്സ് ഹെൽത്ത് ഇഷ്യൂവിൻ്റെ കാര്യമായിരിക്കാം. അപ്പോൾ ഈ പ്രൊമോ കഴിഞ്ഞതിന് ശേഷം ഞാൻ രണ്ടാമതൊരു പ്രൊമോ കണ്ടു. ആ പ്രൊമോ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പം ആ പ്രൊമോ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പറയാനാണ് ഇന്ന് ഞാൻ വീഡിയോ എടുക്കുന്നത്. സോ എൻ്റെ വീഡിയോയോട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. സോ നമുക്ക് ആ പ്രൊമോ ഒന്ന് എന്താന്നുള്ളത് കാണാം. ഇത്ര നാളുണ്ടായതിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ട ഒരു ക്യാപ്റ്റൻസിയാണ് ഇവർ 3 പേർ. ഇതാണ് അനീഷ് എന്ന് പറയുന്ന കണ്ടസ്റ്റന്റിന്റെ അഭിപ്രായം. ഇത്രയും കാലം കണ്ടതിൽ വെച്ച് ഏറ്റവും മോശമായിട്ടുള്ള ഒരു ക്യാപ്റ്റൻ ആയിരുന്നു. എന്താ നിങ്ങളുടെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ? എന്നോട് നിങ്ങൾ ചോദിക്കുകയാണ് എന്താണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് ചോദിച്ചാൽ 100% അനീഷ് എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞതുമായിട്ട് ഞാൻ യോജിച്ച് നിൽക്കും. പൊതുവെ ക്യാപ്റ്റന്മാരാവുമ്പോഴുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എങ്ങനെ നമ്മളുടെ ഹൗസിനെ വളരെ ഹാപ്പിയായി പോസിറ്റീവായി പ്രശ്നങ്ങളില്ലാണ്ട് കൊണ്ടുപോവുക. അതാണ് ഒരു ക്യാപ്റ്റൻ്റെ മെയിൻ എയിം. ക്യാപ്റ്റൻ ആവുന്ന സമയത്ത് തന്നെ ടീം വിളിക്കുന്നു, ഗ്രൂപ്പ് ഡിവൈഡ് ചെയ്യുന്നു. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് വന്ന് പറയണം, നമുക്ക് ഇരുന്ന് സോൾവ് ചെയ്യാം. ഒരു കച്ചറ വഴക്കിലോട്ടൊന്നും പോകരുത്. ഈ ഒരു സാധനമാണ് നമ്മൾ പൊതുവേ കണ്ടത്. എന്നാൽ ഇവർ ക്യാപ്റ്റനായ സമയത്ത് എങ്ങനെ കച്ചറ ഉണ്ടാക്കാം, എങ്ങനെ വഴക്കുണ്ടാക്കാം, എങ്ങനെ തല്ലുണ്ടാക്കാം, എങ്ങനെ ഫുഡിൻ്റെ പേരിൽ ഇഷ്യൂസ് ഉണ്ടാക്കാം, അങ്ങനെ പ്രശ്നങ്ങളിലോട്ട് മാത്രം ഫോക്കസ് ചെയ്തത്. ഒരാഴ്ച ബിഗ് ബോസിൽ എന്തൊക്കെ ഇഷ്യൂ ഉണ്ടാവാൻ പറ്റുമോ അതൊക്കെ പേഴ്സണലി ബിഗ് ബോസിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഷാനവാസിൻ്റെ ഇഷ്യൂ ആണെങ്കിലും അനുമോളുടെ ഇഷ്യൂ ആണെങ്കിലും ഫുഡിൻ്റെ പേരിലുള്ള ഇഷ്യൂ ആണെങ്കിലും ആരോഗ്യപരമായിട്ടുള്ള ഇഷ്യൂസ് ആണെങ്കിലും വഴക്കാണെങ്കിലും ഒക്കെ എന്ന് പറയുന്നത് ഒരു കൊടക്കീഴിൽ കാണാൻ പറ്റിയിട്ടുള്ള ഒരു ക്യാപ്റ്റൻസി. ഫുഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം. ഫുഡിന് ഒരു റെസ്പെക്റ്റും ഇല്ല. ഫുഡിൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ ഫൈറ്റ് നടന്നിട്ടുള്ള ഒരു സാധനം. ബിഗ് ബോസ് ഹൗസ് എന്ന് പറയുന്ന ഹൗസിൽ ഓരോ ആൾക്കാർക്കും ഓരോ ഡ്യൂട്ടീസും കാര്യങ്ങളും ഉണ്ട്. നമ്മൾ ഈ ഒരു എപ്പിസോഡ് കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇന്നത്തെ എപ്പിസോഡിലെങ്ങാനും ഞാൻ എവിടെയോ കണ്ടൊരു പീസിൽ അവർ പാത്രം കഴുകാത്തതിൻ്റെ പേരിൽ അനുമോള് പാത്രം എടുത്ത് തിരിച്ച് കൊണ്ടുവരുന്ന ഒരു സാധനമൊക്കെ ഉണ്ട്. അപ്പം ഒരു ആൾ പോലും അവനവൻ്റെ ഡ്യൂട്ടി പോലും മര്യാദയ്ക്ക് ചെയ്യാത്ത ഒരു ക്യാപ്റ്റൻസി. അപ്പം എന്താണ് ക്യാപ്റ്റൻസി എന്ന് ചോദിച്ചാൽ വൻ പരാജയമായൊരു ക്യാപ്റ്റൻസി എന്ന് പറഞ്ഞ അനീഷേട്ടൻ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. ഇനി രണ്ടാമത്തെ ആള് പറഞ്ഞ എന്താ നോക്കാം. വളരെ മോശം അപ്പം അടുത്ത ചോദ്യം പോയത് പരാജയമായിരുന്നോ വൻ പരാജയമായിരുന്നു എന്ന് വെച്ചാൽ ഈവൻ ലാലേട്ടന് തന്നെ അറിയാമെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ക്യാപ്റ്റൻസി വളരെ വൻ പരാജയമാണെന്ന്. കാരണം പരാജയം എന്ന് പറഞ്ഞ സമയത്ത് ലാലേട്ടൻ എടുത്തു ചോദിക്കുകയാണ് പരാജയമാണോ വൻ പരാജയമാണോ എന്നുള്ളത്. കാരണം വീഡിയോ കാണുന്ന ആൾക്കാർക്ക് അറിയാം എന്താ ഇവർ ക്യാപ്റ്റൻസി എന്ന് പറഞ്ഞിട്ട് ഇവരെന്താ അതിൻ്റെ ഉള്ളിൽ കാണിച്ചത്, എന്താ ചെയ്തത്. 3-3 പറ്റിയ ടീമുകൾ. സത്യസന്ധമായി പറയാം, 3-3 പറ്റിയ ടീമുകൾ. 3 ഒരുമിച്ച് നിൽക്കുക. കച്ചറയാണ് കച്ചറ, തല്ലയാണ് തല്ല്, വിഷയമാണ്. അതിൽ ഏതെങ്കിലും ഒരുത്തനെങ്കിലും കുറച്ച് ബുദ്ധി, ഏതെങ്കിലും ഒരുത്തനെങ്കിലും കുറച്ച് കാര്യങ്ങളൊന്ന് മര്യാദയ്ക്ക് പറഞ്ഞു കൊടുക്കുക. അത് പോലും ഉണ്ടായിട്ടില്ല. ഒന്നിനൊന്ന് പറ്റിയ കുറേ എണ്ണങ്ങൾ ഒരുമിച്ച് വന്നേക്കുക. ഇനി അനുമോള് പറയുന്നൊന്ന് കേൾക്കാം. അനുമോള് 3 പേരെയും ഞാൻ ക്യാപ്റ്റൻ ആക്കിയിട്ട് കൂട്ടിയിട്ടില്ല. ആദില 3 പാഴ്മരങ്ങൾ ക്യാപ്റ്റനായിട്ട് കൂട്ടിയിട്ടില്ല എന്നുള്ളത് നമുക്ക് പേഴ്സണലി അറിയാം. കാരണം ഒരു ക്യാപ്റ്റന് വേണ്ട ക്വാളിറ്റീസ് ഇല്ലെങ്കിൽ നമ്മൾ ആ വ്യക്തിനെ എന്തായി കൂട്ടില്ല, ക്യാപ്റ്റനായിട്ട് കൂട്ടില്ല. ആൻഡ് സെക്കൻഡ് തിങ്, പാഴ്മരങ്ങൾ. ഓഫ് കോഴ്സ് പാഴ്മരങ്ങളാണ്. ആ 3 എണ്ണത്തിൽ ഏതെങ്കിലും ഒരാൾ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി ആയിരുന്നെങ്കിൽ ഒരിക്കലും ബിഗ് ബോസ് ഹൗസിൽ ഇത്രയും വലിയൊരു ഇഷ്യൂസ് നടക്കില്ല.
ഒരാളെങ്കിലും നെവിനെ ഓക്കെ പറയുന്നു. ആ അക്ബറോ അല്ലെങ്കിൽ ആര്യനോ നെവിനോട് പറയണം, നീ ചെയ്യുന്ന പ്രവൃത്തി ശരിയല്ല, നീ ഇങ്ങനെ ചെയ്താൽ മിസ്റ്റേക്കാണ്, നമ്മൾ ക്യാപ്റ്റനാണ്, നമ്മുടെ ക്യാപ്റ്റൻസി അടിപൊളിയാക്കണം. ഇവർ 3 പേരും ക്യാപ്റ്റൻ ആയപ്പോൾ ആഹാ രക്ഷപ്പെട്ടു എന്ന് കരുതി. രണ്ടാമത് ഒരു കരുതിയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ 3 പേർക്കും അങ്ങ് എലിമിനേഷൻ ഫ്രീ കിട്ടും. അത് അവർക്ക് കിട്ടിയില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവർക്കൊരു അഹങ്കാരം. അപ്പോൾ ഇവർക്ക് ദേഷ്യമുള്ള ആൾ ആര്യനും നെവിനും ഒരുപോലെ ദേഷ്യമുള്ള ആളാണ് അനുമോള്, അക്ബറിനും 3 പേർക്കും ഒരുപോലെ ദേഷ്യമുള്ള ആളാണ് അനുമോൾ. അപ്പോൾ ഇവരുടെ 3 പേരുടെയും ഫോക്കസ് ആദ്യം പോയത് അനുമോളിലോട്ടാണ്. ഷാനവാസിൻ്റെ അടുത്തും അനീഷിൻ്റെ അടുത്തും നല്ല ഈഗോ ഉണ്ട്. അവരെങ്ങാനും ജയിച്ചാൽ നമ്മുടെ വട്ടം പോവുമല്ലോ എന്നുള്ള സാധനം. അപ്പം അതിൻ്റെയൊക്കെ ഒരു റിഫ്ലക്ഷനാണോ നമ്മൾ ഒരാളെ ക്യാപ്റ്റനായി, പിന്നെ നിങ്ങൾ തിരഞ്ഞെടുത്തതാണെങ്കിലും ചിലപ്പോൾ നമ്മളുടെ എല്ലാ തിരഞ്ഞെടുക്കലും ശരിയാവണം എന്നില്ല. ഒരാള് പോലും നല്ലത് പറഞ്ഞല്ലോ. അക്ബർ എന്റെ ഒരു ആഗ്രഹത്തിന്റെ പേരിൽ തന്നാണ്, അത് നന്നാക്കി. ഓക്കെ, എൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ പേരിൽ അങ്ങനെ ലാലേട്ടൻ്റെ ആഗ്രഹത്തിൻ്റെ, എനിക്കറിയാം അക്ബർ ഇതുവരെ ലീഡർ ആയിട്ടില്ല എന്നുള്ളത്. നെവിനും ആര്യനുമായിട്ട് അക്ബർ മത്സരിക്കുകയാണെങ്കിൽ എന്തായാലും അക്ബറിന് ജയിക്കാനുള്ളൊരു ചാൻസ് ഒന്നും എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല ഇങ്ങനത്തെ ടാസ്കുകളിൽ. അപ്പം അതുകൊണ്ട് അക്ബറിന് ഒരു അവസരം കൊടുക്കാൻ വേണ്ടി കൊടുത്തതാണോ എൻ്റെ ഒരു ഇഷ്ടം? അങ്ങനെയല്ല, എനിക്ക് പേഴ്സണലി മനസ്സിലാവുന്നില്ല. കാരണം ഇത്രയും കാലം ബിഗ് ബോസിൻ്റെ ഹിസ്റ്ററിയിൽ ഈ 7 കൊല്ലത്തെ സീസൺ എപ്പിസോഡിൽ ഇന്നേ വരെ ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ ബിഗ് ബോസ് കാണുന്ന നമ്മൾ 3 ആൾ ഒരുമിച്ചൊരു ക്യാപ്റ്റനായിട്ട് നിൽക്കുന്നത് ഞാൻ പേഴ്സണലി കണ്ടിട്ടില്ല. ശരിക്കും ഇവർ 3 പേരും 3 സ്പ്ലിറ്റ് ആവണമായിരുന്നു. ഒരാൾ കിച്ചണിൽ, ഒരാൾ ഫ്ലോറിൽ, ഒരാൾ പാത്രം ഓർ ടോയ്ലറ്റിൽ. അപ്പോൾ എന്താവും, ആ ഡ്യൂട്ടി പെർഫെക്റ്റ് ആയിട്ട് പോവുക. 3 പേരും ഒരു മീറ്റിംഗ് ഓർഗനൈസ് ചെയ്യുക, രാവിലെ എന്തെങ്കിലും വർക്കൗട്ടും കാര്യങ്ങളും ചെയ്യുക, സംസാരിച്ചിരിക്കുക, എന്തൊക്കെ ചെയ്യാം. കഴിഞ്ഞ ബിഗ് ബോസിലൊക്കെ പാട്ട്, ഡാൻസ് പഠിക്കാത്ത ആ നാദറിയൊക്കെ വന്ന എപ്പിസോഡിൽ അല്ലെ അഖിൽമാരാറും ശോഭയും ഒക്കെ എന്താ പറയുക, നമുക്ക് തന്നെ ഇഷ്ടപ്പെടുന്ന കോംബോയാണ്. ഇപ്രാവശ്യം ബിഗ് ബോസിൽ എവിടെയാണ് കോംബോ ഉള്ളത്? കോംബോ ഇൻ ദ സെൻസ് ഞാൻ ഉദ്ദേശിച്ചത് കപ്പിൾ കോംബോ മാത്രമല്ല, നല്ല ഫ്രണ്ട്ഷിപ്പും നല്ല കണക്ഷൻസും നല്ല ടോം ആൻഡ് ജെറി കോംബോസ് ഒക്കെ നമ്മൾ കാണല്ലേ. ഇപ്രാവശ്യം ആ സാധനങ്ങളൊന്നും ഞാൻ ബിഗ് ബോസിൽ കണ്ടിട്ടില്ല. ഇങ്ങനത്തെ ഒരു സാധനം ബിഗ് ബോസിൽ ഇല്ല. അതാ ഞാൻ പറഞ്ഞത്, എന്തൊക്കെയൊക്കെയോ ചെയ്യാനുള്ളൊരു സ്പേസ് ഉണ്ടായിരുന്നു, അതൊന്നും ചെയ്തിട്ടില്ല. എന്തുവാ ലാലേട്ടൻ ഇവിടെ ഉദ്ദേശിച്ചതെന്ന് അറിയില്ല. കാണാം. എടുക്കാമായിരുന്നു, അതോ നിങ്ങൾ മനഃപൂർവ്വം നശിപ്പിച്ചു? എന്താണ്? 3 പേരുടെ ഒരു ആറ്റിറ്റ്യൂഡും ഇരുത്തും. കാരണം ഞാൻ വളരെ ഡിസേർവിംഗ് ആയിട്ടുള്ള വ്യക്തിയാണ്, ഞാൻ വളരെ സൂപ്പറായിട്ടാണ് കളിച്ചത്. എന്തുവാ ലാലേട്ട ഈ പറയുന്നേ എന്നൊരു ആക്റ്റിലാണ് ഇരിക്കുന്നത്. നിങ്ങളായിരിക്കാം, പക്ഷെ കാണുന്ന ആളെ സംബന്ധിച്ച് ഇതൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇപ്പം ക്യാപ്റ്റൻസി എന്ന് പറയുന്നൊരു വലിയ സാധനം. അപ്പം അത് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം ആ സ്പേസിലോട്ടോ അല്ലേ പോകാണ്ട് നിൽക്കാം. നിങ്ങളെപ്പോലെ തന്നെ ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇന്നത്തെ നൈറ്റിലെ എപ്പിസോഡിൽ ഷാനവാസ് വരും. ഷാനവാസിൻ്റെ ഹെൽത്ത് അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ നമുക്കറിയാം. എത്രയൊക്കെ ആണെങ്കിലും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു 2-3 ആഴ്ചയും കൂടിയുള്ളൂ. അതും കൂടെ കഴിഞ്ഞാൽ ബിഗ് ബോസിൻ്റെ കോട്ടയം അവിടെ കഴിഞ്ഞു. നിങ്ങൾക്ക് പുറത്തിറങ്ങണം, നിങ്ങൾക്കൊരു ജീവിതമുണ്ട്, എന്തൊക്കെയൊക്കെയോ കാര്യങ്ങളുണ്ട്. അതിലോട്ടൊരു പ്രൈമറി ഫോക്കസ് കൊടുത്ത് ഇനിയെങ്കിലും കുറച്ചൊരു നീറ്റ് പ്ലേയിലോട്ട് പോകട്ടെ. PR-കാരോടും പറയാനുള്ളത്, ബിഗ് ബോസ് എന്ന് പറയുന്ന 3 മാസത്തിൽ ഡിസേർവിംഗ് ആയിട്ടുള്ള കണ്ടസ്റ്റൻ്റ് എന്തായാലും അതിൽ വിൻ ചെയ്യും. നമ്മളായിട്ട് എന്തിനാ വെറുതെ. പിന്നെ അത്രയേ ഉള്ളൂ. സോ ഗൈസ്, ലെറ്റ്സ് സീ today's night episode. Bye bye.